മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് ഡ്രൈ ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റിലാണ്. നോമിനേഷനിലുള്ളവർക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനുമോൾ ഇന്നലെ ജയിലിലായതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളെല്ലാം ആദിലയും നൂറയും അനുമോളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ആദിലയും നൂറ ഇന്നലെ രാത്രി ഒരു 2 മണിക്കൊക്കെ സമയത്ത് ഒനിയനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അനുമോളോട് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഇന്ന് നോമിനേഷനിൽ ആദിലയും നൂറയും ഉണ്ട്. അവർക്ക് നല്ല ടെൻഷനും ഉണ്ട് ഔട്ടായി പോകുമോ എന്ന്. അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇന്ന് എവിക്റ്റ് ആയാൽ ഈ കാര്യങ്ങളൊന്നും അനുമോളോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആദിലയും നൂറയും അനുമോളോട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആദില പറയുന്നത് ഷാനവാസിക്കയോട് സംസാരിക്കാൻ ജിസയിൽ സമ്മതിക്കില്ല. കാരണം ജിസയിലും ഷാനവാസൊക്കെ ഇപ്പോൾ കിച്ചൺ ടീമാണല്ലോ. മിക്ക സമയത്തും അവർ ഒരുമിച്ചുണ്ടാകും. ആദില പല സമയങ്ങളിലും ഷാനവാസിനോട് സംസാരിക്കാൻ വേണ്ടി വിളിക്കാൻ ചെല്ലുമ്പോൾ ജിസയിൽ ഷാനവാസിനെ അവിടെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ആദില അനുമോളോട് പറയുമ്പോൾ അനുമോളും പറയുന്നത് ശരിയാ, ഞാനും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പല സമയത്തും ജിസയിൽ ഷാനവാസിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് പറയുന്നത് ഷാനവാസിന് ജിസേലിനോട് ഒരു ചെറിയൊരു ഇഷ്ടമുണ്ട്, ജിസേലിനും തിരിച്ചാ ഒരു ഇഷ്ടമുണ്ട്. എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അവരുടെ ഇടയിൽ. കാരണം അതെനിക്ക് മനസ്സിലായത് ഇന്നലെ തട്ടുകട ആ ഒരു ടൈമിൽ ഞാൻ വെറുതെ എല്ലാവരെയും വാച്ച് ചെയ്യും. ആ ടൈമിൽ എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ജിസേലും ആര്യനും നെവീനും വട്ടം ചേർന്നിരുന്ന് എന്തൊക്കെയോ ഒരു ചെറിയ ടോക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആര്യനും നെവീനും എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ജിസേലിനെ ഷാനവാസ് അടുത്ത് വിളിച്ചിരുത്തി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചതിന് ശേഷം അകത്തേക്ക് വന്നപ്പോഴും ഷാനവാസ് ജിസേലിനെ പിടിച്ച് അടുത്തിരുത്തിയതിനു ശേഷം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അനുമോള് പറയുന്നത്. കൂടാതെ ഷാനവാസ് കിച്ചൺ ടീമിൽ കയറാത്തൊരു വ്യക്തിയാണ്. കിച്ചൺ ടീമിലുണ്ടെങ്കിലും ജോലിയൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഫുൾ ടൈമും ഷാനവാസ് കിച്ചണിൽ തന്നെ ഉണ്ട്. പിന്നെ ജിസേലിനെ അറിയാലോ, ജിസേൽ ഇങ്ങനെയാണെന്നും പറഞ്ഞ് 1-2 ആക്ഷനൊക്കെ അനുമോള് കാണിക്കുന്നുണ്ട്. അനുമോൾ ഉദ്ദേശിച്ചത് ജിസേൽ ചിരിച്ച് മയക്കി അങ്ങനെ നിൽക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അനുമോള് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു ഫിസിക്കൽ അസാൾട്ട് നടന്നിരുന്നു. അതായത് ജിസേലിൻ്റെ ചുണ്ടിൽ നിന്നും അനുമോള് ലിപ്സ്റ്റിക്ക് തൂത്തെടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഷാനവാസ് കണ്ടിട്ടേയില്ല. എന്നിട്ടും ജിസേലിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചുണ്ടിൽ പിടിച്ച് ഒരച്ചെന്നാണ് ഷാനവാസ് ഇപ്പോൾ പറയുന്നത്. ആ ഒരു ദേഷ്യം ഷാനവാസിന് ഇപ്പോഴും എന്നോടുണ്ട്. ഒനീലിനും ആ ഒരു പ്രശ്നം എന്നോടുണ്ടെന്നാണ് അനുമോള് പറയുന്നത്. കൂടാതെ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയ പലരും ഉണ്ടായിട്ടും എൻ്റെയും അനീഷേട്ടൻ്റെയും പേര് അവർ ജയിൽ നോമിനേഷന് പറഞ്ഞതെന്നാണ് അനുമോൾ ഇപ്പോൾ പറയുന്നത്. ഷാനവാസും ജിസേലും തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അനുമോളും ആദിലയും ഈ സംസാരിക്കുന്നതിനിടയിലും നമ്മളെ ക്യാമറ കാണിക്കുമ്പോൾ കിച്ചണിലിരുന്ന് ചിരിക്കുന്ന ഷാനവാസിനെയും ജിസേലിനെയും നമുക്ക് കാണാം. ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം. പക്ഷേ അനുമോള് പറയുന്നത് ജിസേലിനും അക്ബറിനുമൊക്കെ എതിരെ അനുമോളെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ഷാനവാസും ഒനിയിലും തന്നെ എന്തിനാണ് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് അനുമോളുടെ സംശയം. അതും ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യാം, നീ എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഈ ഷാനവാസും ഒനിയിലും തന്നെ അനുമോൾക്ക് സപ്പോർട്ട് നിൽക്കാതെ ജിസേലിനാണ് പല കാര്യത്തിനും സപ്പോർട്ട് ചെയ്യുന്നത്. അനുമോള് പറയുന്നത് ഷാനവാസിനും ഒനിയിലും ചിലപ്പോൾ അവരോട് എതിർക്കാൻ പേടിയായിരിക്കുമെന്നാണ്.